വളരെ വേദനയോടെ കഴിഞ്ഞ ദിവസം തോന്നിയ ഒരു കാര്യം പറയട്ടെ. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ക്രൂരരായ മനുഷ്യന്മാർ, സോഷ്യൽ മീഡിയയുമായി പ്രവർത്തിക്കുന്ന മനുഷ്യന്മാർ മലയാളികളാണോ എന്നാണ് എനിക്ക് കഴിഞ്ഞ ദിവസം തോന്നിയ ഒരു സംശയം. ഇത് കഴിഞ്ഞ ദിവസം മാത്രം തോന്നിയ സംശയമല്ല. പലപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന ചില പോസ്റ്റുകളുടെ താഴെ വരുന്ന, ഒരു മനുഷ്യൻ വേദനിക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന ചില നികൃഷ്ടമായ ക്രൂരമായ ചില കമൻറ്റുകൾ കാണുമ്പോൾ ഇതിനു മുൻപും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഉമാ തോമസ് MLA വീണ്ടും ഗുരുതരമായ പരിക്കേറ്റു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ മാധ്യമ വാർത്തകൾക്ക് താഴെ വളരെ പരിഹാസ രൂപേണ അധിക്ഷേപ കമൻറ്റുകളുമായ രാഷ്ട്രീയ എതിരാളികൾ രംഗത്ത് വന്നത് നമ്മളൊക്കെ കണ്ടു. അത് രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉമയുടെ രാഷ്ട്രീയ നിലപാടുകളെയും അപകടത്തെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് പരിഹസിച്ചാണ് പല കമൻറ്റുകളും വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമാ തോമസിനെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ധാരാളമുണ്ട്. എന്നാൽ മനുഷ്യരാകണം എന്ന പാട്ടുപാടി നടന്നാൽ പോരാ എന്ന് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം മനുഷ്യരാകാൻ ശ്രമിക്കണമെന്നും ചിലരെങ്കിലും അവിടെ മറുപടിയായി കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, ചില ആളുകളെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ, ഒരാൾ വേദനിക്കുന്നത് കാണുമ്പോൾ അതിന് താഴെ വന്ന് അങ്ങനെ തന്നെ വേണം എന്ന മട്ടിലുള്ള ചില കമൻസുകൾ പറയുന്നത് എങ്ങനെ ഇവർക്കൊക്കെ തോന്നുന്നു എന്ന് തോന്നി പോകാറുണ്ട്. എന്തായാലും അതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല. മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. ഒന്ന് കൈ തെറ്റിയാൽ അല്ലെങ്കിൽ ഒന്ന് കാൽ തെറ്റിയാൽ ഒക്കെ കഴിയുന്നതാണ് നമ്മുടെ ഒക്കെ ജീവിതം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ധൈര്യം വരില്ല മറ്റൊരാളെ ഈ രീതിയിൽ പരിഹസിക്കാൻ. എന്തായാലും അതിനെക്കുറിച്ച് പറയാം. ധൃതി ഒന്നുമില്ല, പതുക്കെ സുഖം പ്രാപിച്ചാൽ മതി എന്നതാണ് അതിക്രൂരമായ മറ്റൊരു കമൻറ്റ്. സത്യം പറഞ്ഞാൽ ആ ഒരു അപകടം സംഭവിച്ചു എന്ന വാർത്ത ആദ്യം കേൾക്കുമ്പോൾ പല അമ്മമാരും ആദ്യം മനസ്സിൽ വിചാരിക്കുക ആ അമ്മയുടെ 2 മക്കളെക്കുറിച്ചായിരിക്കും, അവരുടെ സങ്കടത്തെക്കുറിച്ചായിരിക്കും, അവരുടെ ആശങ്കയെക്കുറിച്ചായിരിക്കും. ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ആ മക്കൾക്ക് തന്നെയാണ്. അപ്പോൾ ആ മക്കളെക്കുറിച്ച് നമ്മൾ ആദ്യം എന്തായാലും ചിന്തിച്ചു പോവുകയുള്ളൂ. മറ്റുള്ളവർക്ക് ധൃതിയും ഒന്നും വേണ്ട. പക്ഷേ ധൃതിയുള്ള, അല്ലെങ്കിൽ എൻ്റെ അമ്മ വളരെ പെട്ടെന്നൊന്ന് സുഖം പ്രാപിച്ച് കിട്ടണം, അല്ലെങ്കിൽ അമ്മയുടെ ആ അപകട നില തരണം ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നത് സ്വന്തം മക്കളായിരിക്കും. അവരെക്കുറിച്ച് ആലോചിക്കുക. അവരെക്കുറിച്ച് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം മക്കളോട് ആത്മാർത്ഥമായ സ്നേഹം വേണം. സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ഒരാളും, അച്ഛനാകട്ടെ അമ്മയാകട്ടെ, ഒരിക്കലും ഇതിൻ്റെ താഴെ ചെന്ന് ധൃതിയൊന്നുമില്ല, പതുക്കെ സുഖം പ്രാപിച്ചാൽ മതി എന്ന് പറയില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ധൃതി കാണിക്കണ്ടായിരുന്നു, അതല്ലേ വീണത്, ആവശ്യമില്ലാതെ വെറുതെ വലിഞ്ഞു കയറണമായിരുന്നു, എന്തിനാ ഇത്ര തിരക്ക്, ആർക്കാണ് ഇത്ര തിരക്ക്, വെറുതെ ധൃതി കാണിക്കേണ്ടായിരുന്നു, അതല്ലേ വീണത്. എന്തായാലും സർക്കാർ ധൃതിയിൽ തന്നെ ഉമാ തോമസിന്റെ ചികിത്സ പുരോഗമിപ്പിക്കുന്നുണ്ട്. എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒരല്പം ധൃതിയുണ്ട്, തിരക്കൊന്നും കൂട്ടാതെ ആംബുലൻസിൽ സൈറൺ ഇടാതെ പതുക്കെ കൊണ്ടുപോയാൽ മതിയല്ലോ, സാവധാനം പോയാൽ മതിയായിരുന്നല്ലോ, എന്തിനാ ഇത്ര ധൃതിയിൽ പോയത്, ഇങ്ങനെയൊക്കെ ഉള്ള, അതുപോലെ തന്നെ മാപ്രകളെ കൂടെ കൂട്ടണ്ട, അതിൻ്റെ സ്ലോ മോഷനിൽ റെക്കോർഡ് ചെയ്യാൻ, അതുപോലെ പ്രായമായില്ലേ അമ്മച്ചി, ശ്രദ്ധിക്കേണ്ടേ, എന്തിനാ ഇത്രയും ധൃതി, എന്തായാലും പതുക്കെ ആണെങ്കിലും സുഖം പ്രാപിക്കട്ടെ, മറ്റാർക്കും ധൃതിയില്ലെങ്കിലും ധൃതിയിൽ ആശുപത്രിയിൽ എത്തിക്കുക, ധൃതിയിൽ ചികിത്സ നടത്തുക, എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ, ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്നതാണ് എന്ന് ട്രോളന്മാർ തിരിച്ചറിയണം. ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ. എന്നാൽ CPM അനുകൂലികളാണ് ഇത്തരം കുറിപ്പുകൾ അധികവും എഴുതിയിരിക്കുന്നത് എന്ന ഒരു അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. എന്നാലും ഇത്തരം പ്രവർത്തകരുടെ ഇത്തരം മോശം കമൻറ്റുകളിൽ സഹികെട്ട് CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ പരസ്യമായ രംഗത്തെത്തി. ശ്രീമതി ഉമാ തോമസിന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു, നാളെ എനിക്കോ നിങ്ങൾക്കോ സംഭവിക്കാവുന്ന ഒന്ന്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരുടെ ചില മുൻ അഭിപ്രായ പ്രകടനങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ മനുഷ്യർക്ക് യോജിക്കാത്തതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളിൽ ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കുക എന്നതാണ് പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ചെയ്യേണ്ടുന്നത്. എത്രയും പെട്ടെന്ന് ആരോഗ്യവതിയായി അവർ അവരുടെ കർമ്മമണ്ഡലത്തിൽ വ്യാപൃതയാവട്ടെ എന്നായിരുന്നു ബിനീഷിന്റെ പ്രതികരണം. കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയായിരുന്നു ദാരുണ അപകടം. ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് ഉമാ തോമസ് MLAക്ക് തലയ്ക്കും ശ്വാസകോശത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ആ വീഴ്ചയുടെ ആഘാതത്തെക്കുറിച്ച് വായിക്കുമ്പോൾ, അറിയുമ്പോൾ തന്നെ, അതിൻ്റെ വിവരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും. ശരിക്കും ആശുപത്രിയിൽ എത്തുന്നത് വരെ ബോധമുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ആ വേദന അറിഞ്ഞിട്ടുണ്ടാവണം. ആ വേദന എത്രമാത്രമായിരിക്കും എന്നായിരിക്കും ഓരോ മനുഷ്യനും ചിന്തിച്ചിട്ടുണ്ടാവുക. ആ ചിന്തയൊന്നും മനസ്സിൽ വരാതെ ഇത്തരത്തിൽ വളരെ മോശമായിട്ട്, അതും അവരുടെ പ്രായത്തെ അപമാനിക്കുന്ന രീതിയിൽ അമ്മച്ചി എന്നും മറ്റുമൊക്കെ വിളിക്കുന്ന ചില ക്രൂരരായ ആൾക്കാർ, അല്ലെങ്കിൽ അത്രമാത്രം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് എന്ന് പറയേണ്ടി വരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റുകയില്ല. ഓരോരുത്തരും അവരുടെ സംസ്കാരം പ്രകടിപ്പിക്കുന്ന ഒരിടം തന്നെയാണ് അവരുടെ കമൻറ്റുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത്. എന്തൊക്കെയായാലും ശരി, ഈ സംഭവങ്ങൾ നമുക്കാർക്കും സംഭവിക്കില്ല, നമ്മളെല്ലാവരും സേഫാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്ത എങ്കിലും മാറ്റുക. അവരെ ഉപദ്രവിച്ചില്ല എങ്കിലും
അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എങ്കിലും അവരുടെ മക്കളോ ബന്ധുക്കളോ ഒക്കെ കാണുമ്പോൾ അവർക്ക് വേദന ഉണ്ടാവുന്ന രീതിയിലുള്ള ഇത്തരം കമൻസുകൾ പറയാതിരിക്കുക. കാരണം ഇവിടെ നമ്മൾ ജ്ഞാനപ്പാനയിൽ ഒരു വരിയാണ് ഓർക്കേണ്ടത്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ അടുത്ത നിമിഷം സംഭവിക്കുമെന്ന് അറിയാതെ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും കൂടെയുള്ളവരെ ഒരല്പമെങ്കിലും കൺസിഡർ ചെയ്യാനും സ്നേഹിക്കാനും അവരിത്തരം അബദ്ധങ്ങളിൽ പെടുമ്പോൾ അപകടങ്ങളിൽ പെടുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ ഒന്ന് കരുതാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരും പരുവപ്പെടുത്തി എടുക്കേണ്ടത്. അത് വളരെ മോശമായി പോയി. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, വളരെ അടുത്ത കാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ സന്തോഷിക്കുന്ന ഒരു അവസരം കാണുമ്പോഴൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായ കമൻറ്റ് ചെയ്യുന്നത് വളരെ എന്തോ വലിയ കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ പരിണത ഫലം മറ്റൊരു അവസരത്തിൽ എന്തായാലും ഇവർക്കൊന്നും കിട്ടാതെ പോകില്ല എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം കർമ്മ എന്നൊന്നുണ്ട്. ആ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ഒരല്പം നേരം മറ്റൊരു മനുഷ്യനെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ആ മറ്റൊരു മനുഷ്യൻ്റെ അടുത്ത് അനാവശ്യമായി സംസാരിക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കും, ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന്. അങ്ങനെ ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും ഒക്കെ പലതും ചെയ്തു കൂട്ടുന്ന പറഞ്ഞു കൂട്ടുന്ന ആൾക്കാർ അവരത് അനുഭവിച്ച് തന്നെ തീരുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും മര്യാദ പാലിക്കുക, പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ദ്രോഹിക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.